മാസപ്പടി കേസിലെ ഇഡി റെയ്ഡിൽ വീണ വിജയനെതിരെ നിർണായകമായ തെളിവുകൾ ബിനാമി ഇടപാടുകളിലേക്കും കൂടുതൽ കടലാസ് കമ്പനികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇഡി. വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനൊപ്പം മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീളും. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, അതായത് ഇപ്പോൾ ആദ്യം വീണയ്ക്കാണ് കുരുക്ക് എങ്കിൽ ഇപ്പോൾ ദേ ആ ഒരു കുരുക്ക് റിയാസിലേക്ക് കൂടി നീളുന്നു. റിയാസുമായി റിയാസിനൊപ്പം കൂടിയവരും എല്ലാം തന്നെ കുടുങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ ടൂറിസം വകുപ്പ് മന്ത്രിയായി മുഹമ്മദ് റിയാസ് ഇരുന്ന കാലയളവിലുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ അതെല്ലാം തന്നെയാണ് ഈ ഇഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നതല്ലേ? മാസപ്പടിയിൽ എന്തായാലും റിയാസിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നുള്ളതാണ്. അന്വേഷണ പരിധിയിലേക്ക് മുഹമ്മദ് റിയാസ് വരുമ്പോൾ ഇഡി റഡാറിലാകുമ്പോൾ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകും, സമൻസ് ഉടൻ എത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വീണ വിജയന് പിന്നാലെ റിയാസിന് കൂടി കൂടുതൽ കുറുക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വീണയുടെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകും, ഒപ്പം തന്നെ റിയാസും ആ ചോദ്യം മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനിലേക്ക്. ജിജീഷ്, എന്തായാലും റിയാസും ഇപ്പോൾ ഇഡിയുടെ റഡാറിലേക്ക് വരുമ്പോൾ ഈ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ റിയാസിനൊപ്പം കൂടിയവർ, അവരിലേക്കാണ് ഈ അന്വേഷണം നീളുന്നത്, അവരെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം നീളുന്നത് എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ ഒരു വാസ്തവം? രാഗി, ഈ മുഹമ്മദ് റിയാസ് കാരണം അന്വേഷണം ആരംഭിച്ചത് ടി വീണയിൽ നിന്നാണ്. ടി വീണയിൽ നിന്ന് ആർക്കാണ് പണം ലഭിച്ചത്, ടി വീണയിൽ നിന്ന് പണം ലഭിച്ചത് ആർക്കാണ് എന്ന അന്വേഷണത്തിലാണ് അത് മുഹമ്മദ് റിയാസിന് ടി വീണയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന് മനസ്സിലായത്. പിന്നീട് വിശദമായ അന്വേഷണത്തിൽ നേരത്തെ കോട്ടൂളിയിലെ വീട്ടിൽ, കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിൽ, റിയാസിന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി നിരവധി അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. ആ അന്വേഷണത്തിലാണ് മുഹമ്മദ് റിയാസുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന, മുഹമ്മദ് റിയാസുമായി അടുപ്പമുണ്ടായിരുന്ന ചില വ്യവസായികളിലേക്ക്, അവർ വ്യവസായികൾ മാത്രമല്ല CPM-ന്റെ പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ നേതാക്കൾ കൂടിയാണ്. അങ്ങനെയാണ് പി നിഖിൽ അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നത്. 8 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടന്നു. ഈ 8 കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നത് ഏറ്റവും പ്രധാനമായും മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെയാണ് രാഗി ചോദിച്ചതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. നേരത്തെ തന്നെ അന്വേഷണ സംഘം, കാരണം വീണയുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു നടപടിയിലേക്കായിരുന്നു അന്വേഷണ സംഘം കടന്നത്. അതിനുശേഷമാണ് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ രേഖകൾ, സാമ്പത്തിക ഇടപാടുകളുടെ ക്രയവിക്രയങ്ങളുടെ രേഖകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. വീണയെ ചോദ്യം ചെയ്തതിന് ശേഷം മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യുക, മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്തതിന് ശേഷം മറ്റ് ആളുകളിലേക്ക്, ഈ പണമിടപാടുകൾ നടത്തിയിട്ടുള്ള നിഖിൽ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് അന്വേഷണം നീട്ടുക, അല്ലെങ്കിൽ അന്വേഷണം എത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദുരൂഹമായ നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടുകളോ ബിനാമി ഇടപാടുകളോ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ചില സൂചനകൾ ലഭിച്ചത്. കാരണം 2,78,00,000 രൂപയാണ് വീണയ്ക്ക് CMRL കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത് നൽകാത്ത സേവനത്തിന്റെ പേരിൽ ലഭിച്ച ഓരോ പണമാണ്. ആ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചും എങ്ങനെയെല്ലാമാണ് ആ സ്വത്തുക്കൾ വിനിയോഗിച്ചത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണം നടന്നപ്പോൾ തുടക്കത്തിൽ അതിലൊന്നും തന്നെ വ്യക്തതയുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും നേരിട്ട് വലിയ സ്വന്തം അക്കൗണ്ടിൽ വളരെ ചെറിയ തുക മാത്രമായിരുന്നു വീണ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ലഭിച്ച പണം കൃത്യമായി മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് മാറിയിട്ടുണ്ട്, മറ്റു ചില ആളുകളുടെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കാൻ ഒരുങ്ങുന്നതും. ടി വീണയെ മൂന്നാമതൊരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നു. നിർണായകമായ തെളിവുകൾ ശേഖരിച്ചിരിക്കുകയാണ് ഇഡി. അന്വേഷണം റിയാസിലേക്ക് കൂടി പോകുന്നു. ഏതായാലും ഈ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിരിക്കുകയാണ് CPM.